അല്ല ഇ ഡി നോട്ടീസിനെ കുറിച്ച് CPM-ന്റെ മുഖപത്രത്തിൽ എഴുതിയിരിക്കുന്നത് മനോരമയിൽ കൊടുത്തൊരു വാർത്തക്കെതിരായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഞങ്ങളെല്ലാം വായിച്ചാണ് ആ വാർത്ത, കേരളത്തിലെല്ലാവരും. 3 പേജുണ്ട് ആ നോട്ടീസിന്. ഇത് രണ്ടും 1 പേജ് അല്ല. ആദ്യത്തെ ദിവസം പത്രത്തിൽ വന്നത് ആദ്യത്തെ പേജും രണ്ടാമത്തെ ദിവസം വന്ന രണ്ടാമത്തെ പേജുമാണ്. ഇതാണ് വാർത്ത വന്നത്. ആ വാർത്തയിൽ ഒരു തെറ്റുമില്ല. ആ നോട്ടീസ് വാങ്ങിച്ചോ, അതിവിടെ ആള് താമസമില്ല എന്ന് പറഞ്ഞ് മടക്കി കൊടുത്തോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. ഞങ്ങൾ ചോദിച്ചത് ED എന്തുകൊണ്ട് പിന്നെ പ്രൊസീഡ് ചെയ്തില്ല. അതാണ് ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട്, അവിഹിതമായൊരു രാഷ്ട്രീയ ബന്ധമുണ്ട്. ആ ബന്ധം കൊണ്ട് അത് മുമ്പോട്ട് പോയില്ല. അത് തന്നെയാണ് SNC ലാവ്ലിൻ കേസിൽ. കേസെടുത്താൽ CBIയുടെ വക്കീലിന് പണിയായിരിക്കും. 36 പ്രാവശ്യം മാറ്റിവെച്ചു. ഏതെങ്കിലും കേസുണ്ടോ CBIയുടെ കേസ് 36 പ്രാവശ്യം മാറ്റിവെച്ചത്? അപ്പൊ അതുകൊണ്ട് ഈ കേസ് ഈ നോട്ടീസ് കൊടുത്തതിൽ കൂടി അവസാനിപ്പിച്ചു. അതിന്റെ ഇടയിൽ ധാരണയായി. ഈ നോട്ടീസ് കൊടുത്ത വർഷം 2023 പാർലമെന്റ് ഇലക്ഷന്റെ തൊട്ട് തലേ വർഷം. അത് കഴിഞ്ഞിട്ടാണ് RSS നേതാവ് ഒസബലയെ MR അജിത് കുമാർ കണ്ടു എന്ന് ഞാൻ പറഞ്ഞത്. കണ്ടില്ല എന്ന് രണ്ടുപേരും നിഷേധിച്ചു. പിന്നെ സമ്മതിച്ചു. പിന്നെ പൂരം കലക്കിയത് ആരോപണം വന്നു. പിന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പോയി എന്നുള്ള ആരോപണം വന്നു. കൊടകര കുഴൽപ്പണ കേസ് ഒറ്റ BJP നേതാക്കന്മാർക്കും കുഴപ്പമില്ല, എല്ലാവരും രക്ഷപ്പെടുത്തി. അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. മാത്രമല്ല ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെതിരായി ഹീനമായ രീതിയിൽ സൈബർ ആക്രമണം നടക്കുകയാണ്. CPM-ന് എന്തോ ആവാലോ. പിണറായി വിജയന്റെ മകന് നോട്ടീസ് അയച്ചാൽ, ED നോട്ടീസ് അയച്ചാൽ അത് വാർത്തയാക്കാൻ പാടില്ലേ? CPM-നെതിരായി വാർത്ത കൊടുത്താൽ വ്യക്തിപരമായി തെരഞ്ഞുപിടിച്ച് സൈബർ ആക്രമണം നടത്തുകയാണ്. അതൊക്കെ അങ്ങ് അവസാനിപ്പിച്ചാൽ മതി. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ആ പരിപാടിയല്ല, അതൊന്നുമായിട്ട് ഇറങ്ങണ്ട.